അല്ലേ? ഉണ്ട്. ഇതെന്താ ഈ ആർജിത എന്ന് പേരിടാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ടോ? അത് ഞാൻ ജനിച്ചപ്പോ ആ. എന്റെ അമ്മയുടെ നല്ല അച്ഛനിട്ട ആർജിത. പേരാന്ന് പറയുന്നത്. ആണോ ചേച്ചി? അതെ. സ്പെഷ്യൽ കാരണം എന്തെങ്കിലും ഉണ്ടോ? പേരിന് അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയുന്നവൾ എന്നാണ്. ആ. അല്ലാതെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മോക്കെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ഇവിടെ നടക്കുന്നൊക്കെ. എല്ലാം എങ്ങനെ ഉൾക്കൊള്ളുന്നു ഈ ഒരു ഏറ്റക്കുറച്ചിലുകൾ മാർക്കിന്റെ കാര്യത്തിലും? പറയൂ, തുറന്നു പറയൂ. ആ. മനസ്സിലായില്ല. തുറന്നു പറഞ്ഞോൾ. ഇവിടുത്തെ പയ്യന്മാരുടെ ശല്യം എങ്ങനെ ഉൾക്കൊള്ളുന്നു? അതിപ്പോ ആ. ഭയങ്കര ശല്യായി തുടങ്ങി. ആണോ? അയ്യോ ശല്യാണോ ശരി? അറിയോ, ആ. എന്റെ റൂമിന്റെ ഇപ്പുറം തന്നെയാണ് അമ്മേക്ക്. ആ. ആണോ? അമ്മയൊക്കെ ശല്യം ചെയ്യുന്നുണ്ടോ? വല്ലാണ്ട്. കണ്ടാ പിന്നെ പാവാണല്ലോ. ദേവൻ അങ്ങ് അപ്പുറത്തെ അയലത്താ, ദൂരെയാണോ? ദൂരെ. ശരി, ഓ, അത് അമ്മയൊക്കെ ശരി. എന്താണ് കുഞ്ഞിനെ ശല്യപ്പെടുത്തുന്നത്? അവൻ ഓരോന്ന് ഇങ്ങനെ ചോദിക്കും, എടി പാട്ട് പഠിച്ചോ പാട്ട് പഠിച്ചോ, എന്നിട്ട് ഓരോരോ മുട്ടല. ആ. കഴിക്കാൻ പോവാ കഴിക്കാൻ പോവാ. ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഒന്ന് മുട്ടുക അല്ലേ? മുട്ടുക. നീ വെള്ളം കുടിച്ചോ, നീ ഫുഡ് കഴിച്ചോ, നീ പാട്ട് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്ന് മുട്ടാണ് ഓരോരോ ഒരു കാരണങ്ങൾ. ജോലി ഇല്ലല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ അവൻ ചെയ്യാം. ഈ കൊച്ചിനെ മാത്രം മുട്ടി വിളിച്ചോണ്ടിരിക്കുന്നു. ഇത് എല്ലാവരുടെയും ഡോറിൽ ചെന്ന് മുട്ടുന്നുണ്ടോ അതോ നമ്മുടെ റൂമിന്റെ ഡോറിൽ മാത്രമാണോ? അതറിയില്ല, ആ, ആ, അപ്പൊ മറ്റുള്ളവരോട് ചോദിച്ചു നോക്കാം ചോദിക്കണം. അല്ലേ? എന്നെയും പേടിയാ. പേടിയാ, പേടിയുണ്ടല്ലേ? കൊച്ചിനെ പേടിയാ. എന്താ പേടിക്കാൻ കാരണം? ഞാൻ ഒരു ദിവസം ഫോണിൽ കളിക്കുമായിരുന്നു. ആഹാ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഇവിടുത്തെ ലൈവ് കാണുവാ. ആഹാ. കിട്ടാതെ നെറ്റ് കിട്ടാതെ ഇരിക്കുമ്പോ അവൻ അത് മുന്നോട്ട് അടിച്ചടിച്ചടിച്ചു പോയി. ഓ അത് ശരി. എന്നിട്ട് അത് കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ അവനോട് മിണ്ടാതെ നിന്നു. അപ്പൊ ഞാൻ നല്ല ചീത്ത കൊടുത്തു ആണോ? അപ്പൊ അവൻ എന്റെ ആ. അച്ഛനെ അമ്മേനെ ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവളെ ചെടിച്ചിട്ടിട്ട് അവരുടെ തലക്കരണ്ട് അവനായിരുന്നു അങ്കമാലിയിലെ പ്രധാനമന്ത്രി. അപ്പൊ എന്നെ അങ്ങനെ ആര് ശല്യപ്പെടുത്തുന്നില്ല. ശല്യം മോളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ആരാ അവിടെ? ഋതുവിന ചേച്ചി, അതുപോലെ തന്നെ ആൺകുട്ടിയോളില്ല, ശ്രീലക്ഷ്മി ചേച്ചി. ശ്രീലക്ഷ്മി. ആൺകുട്ടിയോളില് അതിവര് രണ്ടുപേരും തന്നെ. അമ്മയ്ക്കും ആഹാ ദേവതീർഥം. ഫ്രണ്ടുമാണ്. ആ. ദേവതീർത്ത്. വഴക്കുണ്ടെങ്കിലും ഓക്കേ. അവര് നല്ലൊരു ഫ്രണ്ട്സ് ആണ്. നമ്മുടെ അണ്ണൻ വരാറില്ലേ ഫ്രണ്ട്ഷിപ്പിന്? അണ്ണനോ? ഒരു ശല്യത്തിനും ഇല്ല. അവൻ ഫുഡ് കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോയിക്കോളും. പിന്നെ അണ്ണാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞ് ബാക്കിലോട്ട് നോക്കും. ശങ്കരനും അത്രേ അങ്ങനെ ഉള്ളൂ അല്ലേ? ശങ്കരൻ അങ്ങനെ, ശങ്കരൻ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് എന്റെ ബാക്കിൽ നടക്കാറുണ്ട്. ശങ്കരൻ ആണോ? ചേച്ചി, ചേച്ചിയാണ്. ശങ്കരൻ എന്റെ ഇളയതാ, ഒരു വയസ്സിന്. ഞാൻ ആണോ? കേട്ടതേ ശങ്കരൻ സ്വിച്ചിട്ടിട്ടാണ് എണീക്കുന്ന ഉറങ്ങുന്നൊക്കെ. അതറിയില്ല, റോബോട്ടിക് സ്റ്റൈൽ അത്. എനിക്കതൊന്നും അറിയില്ല. നമുക്കെന്നാ ഏത് അപ്പൊ പാട്ടാ എന്തായാലും ഏത് ഇന്ന് പാട്ടാ പാടുന്ന പാടുന്നെ? പാട്ട് ഏതായിരുന്നു? പൊന്നാരിൻ പാടം. പൊന്നാര്യൻ പാടം. ആ പാട്ടാണോ? ആ. വെരി വെരി നൈസ്, വെരി ഗുഡ്. മൂവി രക്തസാക്ഷികൾ സിന്ദാബാദ്. ആ പിന്നെ പാടിയത് ചിത്രമ്മ. ആ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഓക്കെ. മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ. ശ്രീകുട്ടങ്ങളുടെ ചേട്ടൻ. ആ. ഓക്കെ, ഇയർ 1990. എന്നാ തുടങ്ങാം. അപ്പൊ തുടങ്ങാം. Okay, All the best. 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 പൊന്നാരിൻ പാടം
കലക്കി അല്ലേ? ഉഗ്ര ശബ്ദമല്ലേ? വോയിസാ. താങ്ക് യു. ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ആർജിത് കുട്ടി, എന്തോ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ കണക്കാക്കിക്കൊണ്ട് ഇന്നത്തെ മാർക്ക് 97 ഔട്ട് ഓഫ് 100. താങ്ക് യു. ആദ്യ ഒരു പൊന്നാരിയം പൂക്കുറ്റി. Thank you.